നമ്മുടെ ചായയിലെ ഈ മധുരത്തിന് പിന്നിൽ ഒരു ഗർഭപാത്രത്തിന്റെ വിലയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലെ കഥയാണ്. രാജ്യത്തിന്റെ പഞ്ചസാര ഉൽപാദനത്തിന് പിന്നിൽ പകലും രാത്രിയും വിയർപ്പൊഴുക്കുന്ന സ്ത്രീകളുടെ കഥ. പക്ഷേ ആ വിയർപ്പിനൊപ്പം ഇവിടെ ഒഴുകുന്നത് രക്തവും കണ്ണീരുമാണ്. വർഷത്തിൽ 6 മാസം നീളുന്ന കരിമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരു ദിവസം പോലും ജോലി മുടങ്ങാൻ പാടില്ല. ജോലിക്ക് പോയില്ലെങ്കിൽ പിഴയെന്നാൽ പട്ടിണി തന്നെ. ആർത്തവ വേദന, വിശ്രമം, ആരോഗ്യം ഇവയ്ക്കൊന്നും ഇവിടെ വിലയില്ല. കരിമ്പ് പാടങ്ങളിൽ ടോയ്ലറ്റുകളില്ല, സാനിറ്ററി പാഡുകളില്ല, വിശ്രമിക്കുവാനുള്ള ഇടവുമില്ല. അപ്പോൾ ഈ സ്ത്രീകൾക്ക് മുന്നിൽ ഒരേ ഒരു പരിഹാരം മാത്രം. അവരുടെ ജീവന്റെ വിലയുണ്ട് ആ പരിഹാരത്തിന്. ഗർഭപാത്രം നീക്കം ചെയ്യുക എന്നത്. അതെ, ആർത്തവം ജോലിയെ തടസ്സപ്പെടുത്തുവാതിരിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് രോഗം കൊണ്ടല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ദിവസം 500 രൂപ പോലും കിട്ടാത്ത സ്ത്രീകൾ പിഴ ഭയന്ന് ജോലി ഇല്ലാതാകുമെന്ന ആശങ്ക മൂലം തന്നെ വിശപ്പിനെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ശസ്ത്രക്രിയ മേശയിൽ കിടക്കേണ്ടി വരുന്നു. റിപ്പോർട്ടുകൾ പറയുന്നത് ബീഡ് ജില്ലയിൽ മാത്രം 36% സ്ത്രീകളും ഗർഭപാത്രം നീക്കം ചെയ്തവരാണെന്നാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 13,000-ലധികം സ്ത്രീകൾക്ക് ശസ്ത്രക്രിയ നടന്നിട്ടുമുണ്ട്. അതിൽ 25 വയസ്സിന് താഴെയുള്ളവരും ഉണ്ട്. ദിവസേന 12 മുതൽ 18 മണിക്കൂർ വരെ ജോലി, കടുത്ത വിളർച്ച, ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ വർഷം മാത്രം 15,000-ഓളം ഗർഭിണികൾ കരിമ്പ് പാടങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതൊരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, ദാരിദ്ര്യത്തിന്റെ മുഖം, ചൂഷണത്തിന്റെ മുഖം, പുരുഷാധിപത്യത്തിന്റെ മുഖം, മനുഷ്യനെ യന്ത്രമാക്കുന്ന ഒരു വ്യവസ്ഥയുടെ ഭീകര സത്യമാണ് ഇവിടെ അരങ്ങേറുന്നത്. നാം ഓരോ തവണ പഞ്ചസാര ചായയിൽ കലക്കുമ്പോഴും ആ മധുരത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ വേദന കലരുന്നുണ്ടാകാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം അവയവങ്ങൾ തന്നെ ബലി കൊടുക്കേണ്ടി വരുന്ന സ്ത്രീകൾ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട്. ചോദ്യം ഒന്ന് മാത്രം: മഹാരാഷ്ട്രയിലെ ഈ കരിമ്പ് പാടങ്ങളിൽ എരിഞ്ഞു തീരുന്ന സ്ത്രീകളുടെ ജീവിതങ്ങളെക്കുറിച്ച് നാം എപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങുക?